വാർത്തകൾ തുടർന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. 15-ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കണം. 16-ന് ജാമ്യാപേക്ഷ പരിഗണിക്കും. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടിയായിരിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു SIT ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ ഒരു 3 ദിവസം കൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് സാധ്യത. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച സമയത്ത് തന്നെ 7 ദിവസത്തേക്കായിരുന്നു ആദ്യം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് 3 ദിവസം മതി എന്നൊരു കാര്യത്തിൽ അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് SIT എത്തുന്നു. അങ്ങനെ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ, SITയുടെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച സമയത്ത് SIT പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസമെങ്കിലും കസ്റ്റഡി അനുവദിക്കണമെന്നാണ്. ഇതിൽ പ്രധാനമായും ഇലക്ട്രോണിക്സ് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു യുവതി കേസുമായി ബന്ധപ്പെട്ട് വീഡിയോ കോളിലൂടെ മൊഴി നൽകിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ വീഡിയോകളും ഫോട്ടോകളും ചിത്രീകരിച്ചിരുന്നു. അത് ആ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പാലക്കാട് ഹോട്ടൽ ഫ്ലാറ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് യുവതിയും രാഹുലും പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് എത്തിച്ച് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നത്. ആ ഹോട്ടലിൽ എത്തിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ കാര്യങ്ങളാണ് SIT മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തിനുള്ളിൽ ഇത്തരം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. 3 ദിവസമെങ്കിലും അനുവദിക്കണമെന്നായിരുന്നു SITയുടെ ഒരു അപേക്ഷ. അത് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 3 ദിവസത്തേക്കാണ് SIT രാഹുലിനെ ഈ ഒരു കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എന്നാൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ആദ്യ വേളയിൽ തന്നെ പ്രതിഭാഗം ഉന്നയിച്ച കാര്യം ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നൊരു കാര്യം പ്രതിഭാഗവും ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഈ അറസ്റ്റ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനമാണ് നടന്നിട്ടുള്ളത്. അറസ്റ്റ് മുൻകൂട്ടി അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത നൽകാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രി വന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഏത് കേസാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ബോധിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രതിഭാഗം ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഭരണഘടനാ ലംഘനമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത്. തങ്ങളുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ കേസിൽ അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷയിൽ ഒരു വിധി പറയാൻ പാടുള്ളൂ എന്നൊരു കാര്യം പ്രതിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിലും കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊന്നും തന്നെ കോടതി ഇപ്പോൾ നിലവിൽ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം SITയുടെ ആവശ്യമാണ് കോടതി നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ കോടതി വളപ്പിലും അതുപോലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് അവിടെയും വൻ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. DYFIയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് ഈ ഒരു സമയത്ത് അവിടെ അരങ്ങേറിയത്. അതിൽ പ്രധാനമായും അതിജീവിത, അതായത് നേരത്തെ ആദ്യത്തെ കേസിൽ അതിജീവിത ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസ് ഉണ്ടായ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിലെ വാചകങ്ങളൊക്കെ തന്നെ ബാനറിൽ എഴുതി ഉയർത്തിപ്പിടിച്ചും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തും അത് ഒരു കോഴിയുടെ രൂപത്തിലുള്ള ഒരു പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് ഇത്തരത്തിൽ DYFI പ്രതിഷേധിച്ചത്. അതേപോലെ തന്നെ യുവമോർച്ചയും വൻ പ്രതിഷേധമാണ് കോടതി വളപ്പിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അരങ്ങേറിയത്. അത്തരം പ്രതിഷേധങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അരങ്ങേറുമ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് കയറിപ്പോയത്. ഇതൊന്നും തന്നെ ഏൽക്കുന്നില്ല അല്ലെങ്കിൽ തനിക്കിതിനൊന്നും തന്നെ പറയാനില്ല തുടങ്ങിയ ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് കയറി പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയത്. പ്രതികരിക്കാനുണ്ടോ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ തെളിവെടുപ്പിനായിട്ട് മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകും. ഇന്ന് ഈ ഒരു കോടതിയിൽ നിന്നും നേരെ AR ക്യാമ്പിലേക്കായിരിക്കും മാറ്റുക, പത്തനംതിട്ട AR ക്യാമ്പിലേക്കായിരിക്കും മാറ്റുക. നാളെ ആയിരിക്കും തെളിവെടുപ്പിന് കൊണ്ടുപോകുക എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത അതേ AR ക്യാമ്പിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുന്നത്. ഇനി അവിടെ നിന്നും പാലക്കാടും പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ച് ഈ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഇലക്ട്രോണിക്സ് തെളിവുകൾ തന്നെയാണ് SIT നോക്കുന്നത് അല്ലെങ്കിൽ SIT ശേഖരിക്കുന്നത്. ഈ യുവതിയുമായി ബന്ധപ്പെട്ട യുവതി പറഞ്ഞു വെച്ച കാര്യങ്ങളിലുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ
പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 3 ദിവസത്തിന് ശേഷം 15-ാം തീയതി വൈകുന്നേരം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കണം. തുടർന്ന് 16-ാം തീയതി ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് കോടതി നിലവിൽ വ്യക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. മാങ്കൂട്ടത്തിനെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. 15-ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കണം. 16-നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രഞ്ജിൽ രാജാണ്.